കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജില്ലാതല നേതാക്കൾക്കായി കാഞ്ഞങ്ങാട്ട് യാത്രയപ്പും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഭുവനേശ്വരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കനിയന്തോൾ, ചീമേനി. മൊബൈൽ 9447730972. ഈ വർഷം വിവിധ സർക്കാർ സർവീസുകളിൽ നിന്നും വിരമിച്ച കേരള NGO അസോസിയേഷൻ സംസ്ഥാന ജില്ലാതല നേതാക്കൾക്കാണ് കാഞ്ഞങ്ങാട് വെച്ച് സമുചിതമായ യാത്രയപ്പും സ്നേഹവിരുന്നും നൽകിയത്. അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയകോട്ടയിലെ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലുള്ള 12ാം ശമ്പള കമ്മീഷനെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 25ഓളം പേരാണ് സംഘടനയിലെ സഹപ്രവർത്തകരുടെ സ്നേഹാദരവും വിരുന്നും ഏറ്റുവാങ്ങിയത്. ഒരു കാരണവശാലും NGO യൂണിയൻകാരൻ വന്നാൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയോ, ഒരു കാരണവശാലും CPM-ന്റെ ഒരാൾ വന്ന് അഭിപ്രായം പറഞ്ഞാൽ അതിനെ ഒരു കാരണവശാലും അനുകൂലിക്കുകയോ ചെയ്യാതെ ഉള്ളിൽ കടുത്ത കോൺഗ്രസ്സായി, കടുത്ത NGO അസോസിയേഷനായി നടക്കുന്ന, എന്നാൽ NGO അസോസിയേഷന്റെ മുഖ്യധാരാ പ്രവർത്തനങ്ങളിലേക്കൊന്നും ഒരിക്കലും കടന്നു വരാത്ത എത്രയോ സാധാരണ പ്രവർത്തകരുണ്ട്. അപ്പോൾ അതിനുള്ള ഇവിടെ ഇരിക്കുന്നേക്കാൾ പത്തരമാറ്റ് പാർട്ടി ചിന്തയുള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്നു എങ്കിൽ അവരെയും കണ്ടെത്തി ഒരാളിനെ പോലും ഒഴിവാക്കാതെ ഈ ജില്ലയ്ക്കകത്ത് കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ റിട്ടയർ ചെയ്ത 23 പേരെ കണ്ടെത്തി അതിനകത്ത് യാത്രയയപ്പ് കൊടുക്കുവാൻ 2 മാസം പാർട്ടി നേതാക്കൾ പ്രസിഡന്റ് വിളിക്കുക. 2 മാസമായി റിട്ടയർ ചെയ്തതിൽ പോലും ഈ ജില്ലയിൽ 2 മാസത്തിൽ റിട്ടയർ ചെയ്തതിൽ പോലും 23ഓളം കോൺഗ്രസ് അനുഭാവികൾ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തു. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PV സുനിൽകുമാർ അധ്യക്ഷനായി. കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C രത്നാകരൻ, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സുരേഷ് പെരിയങ്ങാനം, K അശോക് കുമാർ, ബ്രജേഷ് പൈനി, K സജീഷ് കുമാർ, M വിജയകുമാർ, M ജയകുമാർ, രതീഷ് പെരിയങ്ങാനം, MV ബാബുരാജ്, P ഗോപാലകൃഷ്ണൻ, OT സൽമത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി M ശ്രീനിവാസൻ സ്വാഗതവും ബിജേഷ് ജെറാൾഡ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.